മഹാശിവരാത്രി ആഘോഷത്തിന് ഒരുങ്ങുകയാണ് ആലുവ മണപ്പുറം. നാളെ രാത്രി മുതലാണ് ബലിതർപ്പണം. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ 116 ബലിത്തറകളാണ് ഒരുക്കിയിട്ടുള്ളത്. 7 ലക്ഷത്തോളം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. അഞ്ജലി ശ്രീജിതാരാജ് നമുക്കൊപ്പം. അഞ്ജലി, മഹാശിവരാത്രിയുടെ ചടങ്ങുകൾ അതൊക്കെ നാളെ രാവിലെ മുതൽ തന്നെ തുടങ്ങുകയാണ്. ബലിതർപ്പണത്തോടനുബന്ധിച്ച് രാവിലെ മുതലുള്ള തിരക്കുണ്ടാകും. അത് നിയന്ത്രിക്കുന്നതിനും ക്രമീകരണങ്ങൾക്കുമൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായോ? അതെ, തീർച്ചയായും സുജയ, ആലുവ മണപ്പുറത്തെ അതായത് മഹാശിവക്ഷേത്രത്തിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അവസാനഘട്ട ഒരുക്കങ്ങൾ ചെറുതായിട്ടൊക്കെ ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സജ്ജമാണെന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നിറയെ കച്ചവടക്കാരുണ്ട്. കൂടാതെ നാളെ അമ്പലത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത ആളുകളെല്ലാം ഇന്ന് ക്ഷേത്ര ദർശനത്തിന് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പല ഭാഗത്തു നിന്നും ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് എറണാകുളത്തുകാരൊക്കെ ആലുവ മണപ്പുറത്താണ് ഈ ബലിതർപ്പണത്തിനായി എത്തിച്ചേരുന്നത്. 116 ബലിത്തറകൾക്കാണ് സ്ഥലം നീക്കി വെച്ചിട്ടുള്ളത്. കൂടാതെ ഈ ബലിതർപ്പണത്തിന് ദേവസ്വം ബോർഡ് നിരക്ക് 75 രൂപയാണ്. ഈ കൊച്ചി മെട്രോയും ദക്ഷിണ റെയിൽവേയും KSRTC ഒക്കെ പ്രത്യേക സർവീസാണ് നാളെ മുതൽ ഉള്ളത്. കൂടാതെ ഈ മണപ്പുറത്തെ താൽക്കാലിക നഗരസഭാ ഓഫീസ്, പോലീസ് കൺട്രോൾ റൂം, ഫയർ സ്റ്റേഷൻ, കൂടാതെ ആംബുലൻസ്, നേവിയുടെ മുങ്ങൽ വിദഗ്ധരുടെ ഒക്കെ സേവനം ഇതെല്ലാം ഇവിടെ ലഭ്യമാണ്. ഇതിനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ നടക്കുകയാണ്. കൂടാതെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇപ്പോൾ വൈകുന്നേരവും വലിയ രീതിയിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. കൂടാതെ നാളെ 4 മുതൽ 27-ന് 2 വരെ ആലുവയിൽ ദേശീയപാതയിലടക്കം ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകും. നിരവധി ആളുകൾ ഇന്ന് വൈകുന്നേരങ്ങളിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ, അതായത് ഒരു 6 മണി സമയം ആകുമ്പോഴേക്കും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഈ പ്രദേശവാസികളെല്ലാം വ്യക്തമാക്കുന്നത്. കൂടാതെ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിലും അത്യാവശ്യത്തിന് ആളുകളൊക്കെ ഈ സമയത്ത് തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കൂടാതെ നാളെ ദൂരെ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ക്ഷേത്ര ദർശനത്തിന് സമയത്തിന് എത്താൻ കഴിയാത്തതുകൊണ്ട് അവരെല്ലാം ഇന്ന് തന്നെ എത്തുന്നുണ്ട്. ഈ 1500 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത് നാളെ ഡ്യൂട്ടിയിലുണ്ടാകുക. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ വൈകുന്നേരത്തും വലിയ രീതിയിലുള്ള ചെക്കിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. സർ, സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടിരിക്കുകയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോലീസ് ബന്ദോബസ്ത് അറേഞ്ച് ചെയ്യാറുണ്ട്. DIG ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ SP സാറും വന്നിട്ടുണ്ടായിരുന്നു. വളരെ 1500ഓളം പോലീസ് ഇവിടെ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഡിവോട്ടീസ് വരണം, ബാക്കി കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ദേശീയ പാതയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു. ഏകദേശം 11ഓളം DYSPസും അതുപോലെ തന്നെ CS എല്ലാം അടക്കം സെക്ടേഴ്സായിട്ട് ഡിവിഷനായിട്ട് തിരിച്ചിട്ടുള്ള ഡ്യൂട്ടി ഡീറ്റെയിലിംഗ് എല്ലാം നാളെ രാവിലെ എല്ലാവരും ബ്രീഫ് ചെയ്ത് ഡ്യൂട്ടി പോയിന്റിലേക്ക് ഇറക്കും. 4 മണി വരെ തുടങ്ങും. ട്രാഫിക് കൺട്രോളും അതുപോലെ തന്നെ നിയന്ത്രണങ്ങളും നാളെ മുതലാണ്. സുജയ, ഇപ്പോൾ അവസാന ഘട്ടത്തിലുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി എന്നാണ് വ്യക്തമാക്കുന്നത്. കൂടാതെ ഇവിടെ ഈ മുങ്ങൽ വിദഗ്ധരടക്കമുള്ള ആംബുലൻസ് നാളെ കൂടുതൽ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ടെന്ന് അറിയിക്കുന്നുണ്ട്. കൂടാതെ ആലുവ മണപ്പുറത്ത് മഹാശിവക്ഷേത്രത്തിന്റെ സമയത്ത് നാളെ വലിയ തിരക്കായിരിക്കും ഉണ്ടാവും. നമുക്കറിയാം അത്രമാത്രം ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരാറുള്ളത്. ഏറ്റവും നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇപ്പോൾ അഞ്ജലി നിൽക്കുന്ന ഇടത്തൊക്കെ നിറയെ ആളുകളായിരിക്കും. നാളെയാണ് മഹാശിവരാത്രി.